എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ പുതിയ ഒരു വീഡിയോ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി മുഖ്യനെ SIT അറസ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം എന്നാഗ്രഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വർണ്ണപ്പാളി തട്ടിപ്പും പീഠത്തിൻ്റെ തട്ടിപ്പും ഒക്കെയായി സ്വർണ്ണക്കൊള്ള നടത്തുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള വിവിധ വിഷയങ്ങളാണ് കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് നമുക്ക് വ്യക്തമായ രീതിയിൽ കാണാൻ കഴിഞ്ഞത്. അതിനകത്തുള്ള വിവിധ തരത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ മുഖ്യധാരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ വരെ ജയിലിലായത് നമുക്ക് കാണാൻ കഴിഞ്ഞ അവസരത്തിലാണ് പുതിയ ഒരു നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനിയായിട്ടുള്ള ശബരിമലയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിലനിൽക്കുന്ന തന്ത്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ വലിയൊരു സംശയം നമുക്കിവിടെ നിഴലിക്കുകയാണ്. കാരണം അറസ്റ്റുകൾ അതിൻ്റെ കൃത്യതയോടുകൂടി തന്നെ നടക്കേണ്ട അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. വാഹനവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വാഹനം എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടും ആരോപണ വിധേയനായി നിൽക്കുന്ന ആള് തന്നെയാണ് ബഹുമാന്യനായുള്ള തന്ത്രി. അദ്ദേഹം നമുക്ക് പല കാര്യങ്ങളിലും പല രീതിയിലുള്ള സംശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടാം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ അറിവില്ലാത്തതുമായിട്ടുള്ള പല ചർച്ചകളും നടക്കുന്ന അവസരത്തിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, ഈ അറസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത്, നമ്മളിനി 2 ദിവസം കൂടെ കഴിയുന്നുടനെ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവം, മകരവിളക്കില് അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം കാണുവാനായിട്ട് വളരെയധികം ഭക്തജനങ്ങൾ കാതോർത്ത് കൺകുളിർക്കെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കാത്തിരിക്കുന്ന അവസരത്തിൽ അനുചിതമായിട്ടുള്ള ഒരു അറസ്റ്റല്ലേ ഇപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. കാരണം ഇതിന് മുമ്പായിട്ട് തന്നെ മണ്ഡലപൂജ കഴിഞ്ഞ സമയത്ത് തന്നെ അതിനുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടിയിരുന്നു. അതല്ല എങ്കിൽ മകരവിളക്കിന് ശേഷം വേണമായിരുന്നു ഇത് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവിടെ ഒരു വിഷയം നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുകയും ദേവസ്വം ബോർഡിന്റെ അധികാര സ്ഥാനത്ത് വരികയും ചെയ്തിട്ടും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നൊന്നും പുറത്താക്കാതെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ആളുകളെ എന്തുകൊണ്ടായിരിക്കാം പാർട്ടി അങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് ഒരു സംശയം ചോദിച്ചാൽ അതിന് മറുപടി പറയാനൊക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിലാണ് തന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പേരിലേക്ക് ഈ കേസുകളെല്ലാം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം വരാൻ പാടില്ല. അതിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ശിക്ഷ കൊടുക്കാനും ഗവൺമെന്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികൾക്കോ സാധിക്കണം എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇവിടെ ഒരു കാരണവശാലും നിരപരാധികൾ മാറിപ്പോകുവാനും അല്ലെങ്കിൽ നിരപരാധികൾ ക്രൂശിക്കപ്പെടുവാനും പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ തട്ടിപ്പുകാരായിട്ടുള്ളവർ രക്ഷപ്പെടുവാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഇവിടെ നിന്നുണ്ടാകരുത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആശങ്ക നിലനിൽക്കുന്നത്. അത് ഭക്തജനങ്ങൾക്കും ആ ആശങ്ക ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ 2 ദിവസമായിട്ടുള്ള ചർച്ചകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അവസരങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ശബരിമല പോണക്കുള്ള ഉത്സവങ്ങളെ പോലും അത് വളരെയധികം നന്നായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ഭക്തജനങ്ങളെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇന്ന് വെർച്വൽ ക്യൂ ആണെങ്കിലും സ്പോട്ട് ബുക്കിങ്ങിനാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും വളരെയധികം അയ്യപ്പ ഭക്തന്മാര് ശബരിമല ദർശനത്തിന് വേണ്ടി വരുന്ന അവസരമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ഈ വർഷത്തെ ആ നടന്നിട്ടുള്ള പ്രവൃത്തികൾ പോലും, കാരണം അതുമായി ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട പല കാര്യങ്ങളിലും മാറ്റിവെച്ചുകൊണ്ട് മെല്ലപ്പൊക്കെ സമീപനം സ്വീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. നിലയ്ക്കൽ എന്ന് പറയുന്ന ഇടത്താവളത്തിൽ പോലും സൗജന്യമായി ഉപയോഗിക്കേണ്ട ബാത്റൂമുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് നോക്കിയാൽ വളരെയധികം ഭക്തജനങ്ങൾ അവിടെ വരുന്ന സമയത്ത് ഈ ബാത്റൂമിന്റെ അല്ലെങ്കിൽ മറ്റുള്ള പ്രാഥമിക സൗകര്യങ്ങളോടൊപ്പം തന്നെ
ഭക്ഷണ കാര്യങ്ങളിലുമൊക്കെ വരുന്ന കടകളിലൊക്കെ കയറുന്ന ആളുകൾക്ക് വിവിധ തരത്തിലുള്ള പറ്റിക്കപ്പെടലാണ് അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പമ്പാ നദിയിലെ സ്ഥിതിയെ സംബന്ധിച്ച് പറയാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ പോലും വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥകളാണ് ഇന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ശബരിമലയിൽ നിന്ന് തന്നെയുള്ള ഞാൻ ഇതിൽ തന്നെ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാം. കാരണം അത് ശബരിമലയുടെ സന്നിധാനത്ത് നിന്ന് പോലുമുള്ള വെള്ളം, ആ മലിനജലം ഞുണങ്ങാറ് വഴി ഒലിച്ചിറങ്ങി പമ്പാ നദിയുടെ ആറാട്ടുകടവിന് താഴെയായിട്ട് വന്ന് ചേരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് തന്നെ ചെറിയാനവട്ടത്തുള്ള കക്കൂസ് മാലിന്യങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ആ മാലിന്യവും ഇതേ രീതിയിൽ ഞുണങ്ങാറിലേക്ക് വന്ന് പമ്പാ നദിയിലേക്ക് കൂട്ടിച്ചേരുമ്പോൾ അതിൽ നിന്ന് താഴേക്ക് വരുന്ന ആ പമ്പാ നദിയിലെ ഏതാണ്ട് 125ഓളം കിണറുകൾ കുടിവെള്ളത്തിനായിട്ട് ഇന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം വീടുകളിൽ എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ജനങ്ങളെ സംബന്ധിച്ച് വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ തടയേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന വിഭാഗങ്ങൾക്കെല്ലാം ഉണ്ട്. ദേവസ്വം ബോർഡിനുണ്ട്, സർക്കാരിനുണ്ട്. ഇവരെല്ലാവരും സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവൃത്തികളുമായിട്ടൊക്കെ മാറിപ്പോയത് കൊണ്ട് ഇന്ന് വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥകളാണ് പല കാര്യങ്ങളും കണ്ടുവരുന്നത്. പമ്പാ നദിയുടെ തീരപ്രദേശത്ത് കുളിക്കുന്ന കടവുകളിൽ 2 കരകളിലുമായി വളരെയധികം തുണിയാണ് ഇന്ന് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് പോകുന്ന ഓരോ തുള്ളി വെള്ളത്തിനും അതിൻ്റെതായിട്ടുള്ള മാലിന്യത്തിൻ്റെ മണമാണ് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, ഭക്തജനങ്ങൾ എത്ര പുണ്യത തേടി ശബരിമലയിലേക്ക് വരുമ്പോൾ സ്വർണ്ണക്കൊള്ളയുടെയും മറ്റു തട്ടിപ്പുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാത്ത ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. SIT ആയാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആയാലും ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങൾക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ കാണണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, തന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് SIT റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും തന്ത്രിയുടെ തോളയിൽ വെച്ച് കെട്ടിക്കൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കടത്തപ്പെട്ടു. ആ കടത്തപ്പെട്ട പാളികൾ ആണോ ഇന്ന് തിരിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. അതോ ഇത് വിദേശത്ത് കടത്തിയിട്ടുണ്ടോ? അങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആരാണ് എന്നറിയേണ്ട ഒരു ബാധ്യതയും ഇവിടെ ഉണ്ട്. പത്രമാധ്യമങ്ങൾ വായിക്കുന്ന സമയത്ത് ഗോവർദ്ധനായാലും ശരവണനായാലും ഇവർക്ക് അതിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളിയും കട്ടിളപ്പാളിയും ഒക്കെ അവിടുന്ന് കടത്തി എന്നുള്ളത് SITയുടെ അന്വേഷണത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എവിടേക്കാണ് കടത്തിക്കൊണ്ട് പോയത്? പോയ സാധനത്തിന്റെ സ്ഥിതി എന്താണ്? ഇത് അതേ രീതിയിൽ തന്നെ ഇത് അടിച്ചു മാറ്റി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള മൂല്യമായ രീതിയിൽ അതിന്റെ ഒരിക്കലും വിലമതിക്കാത്ത മൂല്യം ലഭിക്കത്തക്ക രീതിയിൽ ആരുടെയെങ്കിലും കൈവശം അതുണ്ടോ? അതല്ല ഇത് സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് പൂശി രണ്ടാമത് വെച്ചതാണോ? താഴികക്കുടത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, സ്വർണം പൂശിയ ആ കാലഘട്ടത്തിൽ 2008, 2009 കാലഘട്ടത്തിൽ നമുക്ക് വിജയമല്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം പൂശിയ സമയത്ത് ശ്രീകോവിലിന്റെ മുകളിൽ ഉണ്ടായിരുന്ന താഴികക്കുടങ്ങൾ അത് പമ്പയിലേക്ക് കടത്തിക്കൊണ്ടുപോയി അത് സ്വർണം പൂശാനായി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ സത്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ബാധ്യത അല്ലെങ്കിൽ അതറിയാനുള്ള സന്നദ്ധത ഈ ഭക്തജനങ്ങൾക്കുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഈ താഴികക്കുടം പഴയതാണോ അതോ പുതിയതാണോ വെച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതും ഭക്തജനങ്ങൾക്ക് അറിയേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. തന്ത്രി എന്ന് പറയുന്ന ശ്രീ രാജീവര് കൊണ്ടുപോയിട്ടുള്ള വാജി വാഹനത്തെ സംബന്ധിച്ച് അത് അയ്യപ്പന്റെ സ്വത്താണ് എന്നുള്ളതിന് സംശയം വേണ്ട. അത് തന്ത്രിക്ക് കൊണ്ടുപോകാനുള്ള മാനുവലിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നന്നായിട്ട് നമുക്കറിയാൻ കഴിയും. അങ്ങനെ ആ വാജി വാഹനം കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അതിനൊരു കൈപ്പറ്റ് രസീതുമായി വേണമായിരുന്നു കൊണ്ടുപോകുവാൻ. അങ്ങനെ മൈനറായിട്ടുള്ള ഭഗവാന്റെ സ്വത്ത് ഒരാളിനും പുറത്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യുവാനോ സാധിക്കില്ല എന്നുള്ളതും നമുക്ക് നന്നായിട്ട്
അറിയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൈപ്പറ്റ രസീത് വാങ്ങി അത് തന്ത്രിയുടെ കൈവശം ഇരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്നത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പോലും ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ SITക്കോ അത് ഏറ്റെടുക്കാനായിട്ട് കഴിയാതെ പോയിരിക്കുന്നതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിന് ആർക്കും അതിന് രണ്ട് അഭിപ്രായമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരാളും എത്ര കാര്യങ്ങളിൽ ഒരു കുറ്റക്കാരനൊരാള് ശിക്ഷിക്കപ്പെടാം, പക്ഷെ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ ഒരു കാരണവശാലും അതിന് കാരണമായി തീരരുത്. കാരണം SIT എന്ന് പറയുന്ന ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ സ്വർണ്ണപ്പാളികൾ കടത്തപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല എന്നുള്ളത് കൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികള് CBI പോണക്കുള്ള അല്ലെ ഏജൻസികള് ED പോണക്കുള്ള അന്വേഷണ ഏജൻസികള് ഇക്കാര്യത്തില് പൂർണ്ണമായ രീതിയിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഇലക്ഷന്റെ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അനവസരങ്ങളോ ആക്കാനുള്ള ഒരു അവസ്ഥയായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയങ്ങളും വലിച്ചിഴക്കപ്പെടുവാനായിട്ട് ഒരു ഭക്തജനങ്ങളും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കാരണം വളരെയധികം ഭക്തജനങ്ങൾ വേദനയോടുകൂടി തന്നെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ കടന്നു വരുന്ന സമയത്താണ് വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ട് അതുപോലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് അവരൊരു ദർശനത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്നത്. അത് സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും ഉല്ലാസം ലഭിക്കേണ്ട ഭാഗത്ത് വരുമ്പോൾ ഇതൊന്നും പല സ്ഥലത്തു നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ശബരിമലയിൽ നിന്ന് ഞാൻ കണ്ട ഒരു മരക്കൂട്ടത്തില് ഒരു മാളികപ്പുറം അവിടെ വീണ് പരിക്കേൽക്കുന്നു. ആ പരിക്കേൽക്കുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡുകാരെ പോലീസ് ഉൾപ്പെടെ വിളിച്ചു വരുത്തി അവർ വട്ടം നിന്നുകൊണ്ട് ആ മാളികപ്പുറത്തിനെ സംരക്ഷിച്ച് ആംബുലൻസ് വരുത്തി കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ അത് മറ്റുള്ള ഒരാളിന്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെയോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരമല്ല അത് ചെയ്യുന്നത്. അതൊരു മാനുഷിക പരിഗണന എന്ന നിലയിൽ അത് ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം ഭക്തർ എന്നുള്ള രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരും അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. തിരക്കുകൾ നിയന്ത്രിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എത്ര വലിയ തിരക്കുകൾ ഉണ്ടായാലും എത്ര ക്യൂ നിന്നാലും അതിനെ സംബന്ധിച്ച് ഒരു പ്രയാസവും കൂടാതെ അയ്യപ്പ ഭക്തന്മാരെ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ദർശന സംവിധാനമാണ് നമുക്ക് അവിടെ ഒരുക്കപ്പെടേണ്ടത്. അവിടെ അങ്ങനെ വരുന്ന സമയങ്ങളിൽ SITയുടെ പറയോ അല്ലെങ്കിൽ ഈ കേസിന്റെ പറയോ സ്വർണ്ണക്കൊള്ളയുടെ പറയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയോ നമ്മൾ വീണ്ടും അത് വളരെ മോശമായ രീതിയിൽ പോകാതെ ഈ ഇപ്പോൾ നടന്നിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ ഒരു കാരണവശാലും ഇത് അദ്ദേഹത്തിന്റെ മോളിൽ മാത്രമായി വെച്ച് കെട്ടി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ് അധികൃതരോട് തന്നെ നമുക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. കാരണം ഇത് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പഴുതായിട്ട് ഇതിനെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും ഈ അവസരത്തിലുണ്ട്. കാരണം ഭക്തജനങ്ങളെല്ലാം ഇത് വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭക്തജനങ്ങളിലെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് പല രീതിയിലും ആചാരങ്ങളെ പോലും മാറ്റി പറയേണ്ട ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ ഒരു വലിയ വിഭാഗം അയ്യപ്പ ഭക്തർ ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. അവർക്കെല്ലാം ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അത് വലിയത് തന്നെയാണ്. ആ സങ്കടത്തിനനുസരിച്ച് ഭക്തജനങ്ങളുടെ മനസ്സ് എപ്പോഴും വികാരപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു പുതിയ പ്രസിഡന്റ് വന്നിട്ട് പോലും അതിന് ശരിയായ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലുള്ള വലിയ മെല്ലപ്പോക്ക് സമീപനക്കാരും വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ചായ്വുള്ളവരും അല്ലെങ്കിൽ തട്ടിപ്പുകൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളും അകപ്പെടുമോ എന്നുള്ള ആ ലക്ഷ്യമൊക്കെ വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്കായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആരോഗ്യം എന്നുള്ളത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആരോഗ്യമില്ലെങ്കിൽ അയ്യപ്പനുമില്ല, നമ്മുടെ സമൂഹവുമില്ല. അപ്പോൾ ആ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ മണ്ഡലകാലം ഇത്രയും അടുത്ത് നിൽക്കുന്ന അവസരത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ലഭിക്കേണ്ട ഭക്ഷണവും അത് ശുദ്ധമായ ജലവും അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കപ്പെടുവാനായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക.
തീർക്കേണ്ടതായിട്ടുള്ളത്. നാളെ തന്നെ തിരുവാഭരണം നമുക്കറിയാം 12-ാം തീയതിയാണ് തിരുവാഭരണം പന്തളത്ത് നിന്ന് രാത്രി തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ചാർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും 6-7 ദിവസത്തേക്ക് സന്നിധാനം അവിടെ വളരെയധികം ആളുകളെ കൊണ്ട് നിറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആചാരങ്ങൾക്കൊന്നും ഒരു കോട്ടവും വരാതെ അത് സംരക്ഷിക്കപ്പെടുവാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. നമ്മൾ ചെല്ലുന്ന ഓരോ ഭക്തർക്കും ആ ബാധ്യതയുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിലും ഈ അറസ്റ്റുകളിലും മറ്റൊരു ഉത്സവത്തിന്റെ അല്ലെങ്കിൽ മകരവിളക്ക് ഉത്സവത്തിന്റെ മോടികൾ ഒന്നും തന്നെ മാഞ്ഞു പോകാതെ അതിലും കൂടുതൽ ശക്തമായ രീതിയിൽ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇവരാരുമല്ല, ഭഗവാനാണ് വലുത്, ആ തത്വമസിയാണ് ഏറ്റവും വലിയ ഇത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അല്ല എന്നുള്ളത് തീർച്ചയോടുകൂടിയുള്ള മനസ്സാണ് നമുക്കിവിടെ വേണ്ടത്. എല്ലാ പ്രതിബന്ധങ്ങളെയും മുന്നേറിക്കൊണ്ട് ഇവരുടെ എല്ലാം സഹായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇനിയും വരുന്ന ദിവസങ്ങളിലെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്താനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രിയെ മാത്രമായി കുരുക്കാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാത്രമായി അകപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കുറ്റം ചെയ്തവർ ആരായാലും ശരി, അവര് മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടത് ആളുകൾ തന്നെയാണ് എന്നുള്ളതിന് സംശയം വേണ്ട. അത് ആ രീതിയിൽ തന്നെ അത് ഉണ്ടായി തീരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്കും ഉള്ള ആ ഒരു നിർദ്ദേശവും അത് തന്നെയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണുന്നിടം വരെ നമുക്ക് വീണ്ടും ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവർക്കും നല്ല ഒരു ന്യൂ ഇയർ ആശംസ കൂടി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.